ഹലോ ഹായ് നമസ്കാരം 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 ലോക്സഭാ ഇലക്ഷനിൽ എല്ലാവരും പറയുന്നത് പോലെ മോഡി തോൽക്കുകയാണോ എന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ പ്രധാനമായും നോക്കുന്നത് 2019 ഇലക്ഷനിൽ ബി ജെ പി കിട്ടിയ സീറ്റും അവർക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനവും പിന്നെ അവരുടെ വിന്നിംഗ് മാർജിനുമാണ്. ഇതിനായി നാം അടിസ്ഥാനമാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിക് ഡാറ്റയായി തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്ക് നോക്കാം. 2019 ഇലക്ഷൻ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 21 സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറികളിൽ നിന്ന് ബി ജെ പി 224 സീറ്റുകൾ 50% മുകളിൽ വോട്ട് നേടിക്കൊണ്ടാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1000 വോട്ട് ഒരു ലോക്സഭ മണ്ഡലത്തിൽ വരുമെങ്കിൽ 500 വോട്ടിന് മുകളിൽ ബി ജെ പി നേടിയിരിക്കുന്ന മണ്ഡലങ്ങൾ 224 എണ്ണമുണ്ട്. അതിൽ തന്നെ 220 മണ്ഡലങ്ങളിൽ 10% മുകളിലാണ് ബി ജെ പിയുടെ വിന്നിംഗ് മാർജിൻ. വിന്നിംഗ് മാർജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്തുള്ള രണ്ടാമത്തെ സ്ഥാനാർത്ഥിയിൽ നിന്ന് താങ്കൾക്ക് എത്ര കൂടുതൽ വോട്ട് കിട്ടി എന്നതാണ്. തൊട്ടടുത്തുള്ള രണ്ടാമത്തെ സ്ഥാനാർത്ഥി റണ്ണറപ്പായ സ്ഥാനാർത്ഥിയിൽ നിന്ന് 10% തുടങ്ങി 50% മുകളിൽ വരെ വോട്ട് നേടിയിരിക്കുന്ന 220 സീറ്റുകളാണ് ബി ജെ പിക്കുള്ളത്. ഈ രണ്ട് ഡീറ്റെയിൽസും നമ്മൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ 224 മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ഉറച്ച സീറ്റുകളാണ്. ഇവിടെ ഒരുപക്ഷെ ബി ജെ പി കാൻഡിഡേറ്റ് ആരാണ് എന്ന് പോലും നോക്കാതെ പാർട്ടി ചിഹ്നം കണ്ടു മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളുള്ള 224 ഉറച്ച മണ്ഡലങ്ങളാണ് ബി ജെ പിക്കുള്ളത്. ഈ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് പോലും ബി ജെ പിയെ തോൽപ്പിക്കാൻ ആകില്ല. അടുത്തത് നമുക്ക് നോക്കേണ്ടത് 50% താഴെയും 45% മുകളിലും വോട്ട് പിടിച്ചിരിക്കുന്ന എത്ര മണ്ഡലങ്ങൾ ഉണ്ടെന്നാണ്. അതിൽ വിന്നിംഗ് മാർജിൻ 5% മുകളിലുള്ള എത്ര മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് നോക്കാം. കഴിഞ്ഞ തവണ 2019 25 മണ്ഡലങ്ങളാണ് ഇതുപോലെ വരുന്നത്. ഈ 5% പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെയധികമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് വോട്ടിംഗ് ശതമാനം 3% തുടങ്ങി 4% വരെ കുറഞ്ഞെന്നും അത് ബി ജെ പിയുടെ വോട്ടാണ് കുറഞ്ഞിരിക്കുന്നതെന്ന് ഒരു രീതിയിലൊരു വ്യാഖ്യാനം വരുന്നുണ്ട്. ഇനി അത് സത്യമാണെങ്കിൽ 5% വരെ വിന്നിംഗ് മാർജിനുള്ള സ്ഥലങ്ങൾ ഷുവർ സീറ്റായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ 25 സീറ്റും നേരത്തെ പറഞ്ഞിരിക്കുന്ന 50% മുകളിൽ വോട്ട് ചെയ്തിരിക്കുന്നതുമായ 10% മുകളിൽ മാർജിൻ ഉള്ളതുമുള്ള 224 സീറ്റുകളുടെ കൂടെ 25 സീറ്റുകൾ കൂടി വരുമ്പോൾ 249 സീറ്റാണ് യഥാർത്ഥത്തിൽ 2019 കണക്ക് നോക്കുമ്പോൾ ബി ജെ പിക്ക് ഷുവർ സീറ്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ് നോക്കാതെ പാർട്ടി സിമ്പൽ മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന 249 സീറ്റ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഒരേ ഒരു പാർട്ടി ബി ജെ പി മാത്രമാണ്. ഇനി ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ടോട്ടൽ സീറ്റായ 303 നിന്ന് 249 കുറച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 54 സീറ്റാണ്. ഈ 54 സീറ്റിനെ സ്ലിപ്പറി സീറ്റ്സ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം അതിൽ 50% താഴെ അല്ലെങ്കിൽ 45% താഴെ ബി ജെ പി വോട്ടുള്ളതോ അല്ലെങ്കിൽ 5% താഴെ വിന്നിംഗ് മാർജിൻ ഉള്ളതോ ആയ സീറ്റുകളാണ് ഇവയെല്ലാം. ഒരു കമാൻഡിംഗ് പൊസിഷനിൽ ബി ജെ പിക്ക് ഇല്ലാത്ത ഈ 54 മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഇതിൽ ഉത്തർപ്രദേശിലെ 15ഉം പശ്ചിമ ബംഗാളിലെ 11ഉം മഹാരാഷ്ട്രയിലെ 4ഉം ഒഡീഷയിലെ 8ഉം തെലങ്കാനയിലെ 4 സീറ്റുകളും കൂടിയാണ് ഈ 54 സീറ്റുകൾ വരുന്നത്. നമുക്ക് നോക്കാം 21 സ്ലിപ്പറി സീറ്റ്സ് വിശകലനം. ഈ 54 ലോക്സഭാ സീറ്റുകളെ നമ്മൾ 4 സെക്ഷൻ ആയിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷനിൽ 21 സീറ്റുകൾ. അവയിൽ ആസാം, പഞ്ചാബ്, ദാമൻ ദിയു, വെസ്റ്റ് ബംഗാൾ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ ഓരോ സീറ്റുകളും, മഹാരാഷ്ട്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 4 സീറ്റുകളും, ഒഡീഷയിലെ 8 സീറ്റും ചേർന്നാണ് 21 സീറ്റ് വരുന്നത്. ആദ്യമായി മഹാരാഷ്ട്രയിലെ 4 സീറ്റുകൾ നമുക്ക് നോക്കാം. മഹാരാഷ്ട്രയിലെ 4 സീറ്റുകളിലും ബി ജെ പിക്ക് 10% തുടങ്ങി മുകളിലേക്കുള്ള നല്ല മാർജിൻസ് ഉണ്ട്. അതിനു പുറമെ മഹാരാഷ്ട്രയിലെ ഒരു റീജിയണൽ പ്ലെയറായ പ്രകാശ് അംബേദ്കറുടെ ബഹുജൻ അഗാദി പാർട്ടി വളരെ വലിയ റോളാണ് ഈ മണ്ഡലങ്ങളിൽ പ്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഇദ്ദേഹം കൂടി ഇലക്ഷനിൽ വരുന്ന ചില മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ അല്ലെങ്കിൽ ചതുഷ്കോണ മത്സരങ്ങളാണ് നടക്കുന്നത്. അവിടെ അവർ പിടിക്കുന്ന ഓരോ വോട്ടും ബി ജെ പിക്ക് അനുകൂലമാണ് സംഭവിക്കുന്നത്. കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഗാദി ബഹുജൻ അഗാദി പാർട്ടിയുമായി ഒരു നീക്കുപോക്ക് പോലും ഉണ്ടാക്കാത്തത് യഥാർത്ഥത്തിൽ ബി ജെ പിയെ സഹായിക്കും. അതുകൊണ്ട് ഈ 4 സീറ്റുകൾ ബി ജെ പി തന്നെ നിലനിർത്തും. ശിവസേനയും എൻ സി പിയുടെ വേർപിരിഞ്ഞ വിഭാഗങ്ങളിൽ നിന്നുള്ള വിഭാഗവും രാജ് സാക്കറുടെ MNCയും പിന്തുണയിൽ നിന്ന് ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമെന്ന വസ്തുത നമ്മൾ ഈ അനാലിസിസിൽ പരിഗണിക്കുന്നില്ല.
BJP അതിന്റെ പഴയ കോട്ടകൾ സ്വന്തം ശക്തിയാൽ നിലനിർത്തുമോ എന്നത് മാത്രമാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. NCPയും ശിവസേനയും MNCയും സ്വന്തമായി കൊണ്ടുവരുന്ന സീറ്റുകളെ കുറിച്ച് പോലും നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നില്ല. ഒഡീഷയിലെ 8 മണ്ഡലങ്ങളിലും BJP BJDയെയാണ് നേരിടുന്നത്. കോൺഗ്രസ് അവിടെ ഒരു കൂട്ടുകെട്ടുമില്ല. അവിടുത്തെ 3 മേജർ പ്ലെയേഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BJP, BJD ആണ്. നല്ല വിന്നിംഗ് മാർജിൻ ഉള്ളതും BJP വളരുന്നതുമായ ഈ 8 മണ്ഡലങ്ങളും BJP തന്നെ നിലനിർത്തും. തെലങ്കാനയിൽ ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസും പ്രതിപക്ഷത്തുള്ള TRSഉം BJPയും 3 കക്ഷികൾ തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. BJPയുടെ 4 മണ്ഡലങ്ങളിലും നല്ല വിന്നിംഗ് മാർജിൻ BJPക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരല്പം ക്ഷീണത്തിൽ നിൽക്കുന്ന TRS നേതാവായ K ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിത ഇപ്പോൾ ഡൽഹി മദ്യ കേസിൽ അകപ്പെട്ട് ജയിലിലാണ്. അതുകൊണ്ടും BJPക്ക് നല്ല മാർജിൻ ഉള്ളതും നല്ല ഭാവിയുമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് തെലങ്കാന. ഈ തെലങ്കാനയിൽ ഉള്ള 4 സീറ്റുകളും BJP നിലനിർത്തുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ആസാമിലെ കരീംഗഞ്ച്, പഞ്ചാബിലെ ഹോഷിയാർപൂർ ആൻഡ് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി സീറ്റുകൾ നോക്കാം. ആസാമിലെ കരീംഗഞ്ചിൽ മൗലാന ബദറുദ്ദീൻ അജ്മലിന്റെ IUDF ആണ് BJPയുടെ പ്രധാന എതിരാളി. അവിടെ കോൺഗ്രസിന് 11% വോട്ടുണ്ട്. ഒരു സഖ്യമില്ലെങ്കിലും BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് വോട്ട് ചെയ്താൽ BJPക്ക് ഈ മണ്ഡലം നഷ്ടമാകും. അതുപോലെ പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ ആപ്പ് ആൻഡ് കോൺഗ്രസിന്റെ കമ്പൈൻഡ് വോട്ട് ഷെയർ BJPയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഈ സീറ്റും BJPക്ക് നഷ്ടമാകാനാണ് സാധ്യത. വെസ്റ്റ് ബംഗാളിലെ ഹൂഗ്ലി സീറ്റിൽ BJPക്ക് 5% വിന്നിംഗ് മാർജിൻ TMCക്കെതിരെ ഉണ്ടെങ്കിലും 10% മാർജിനുമായി കോൺഗ്രസും CPIMഉം അവിടെയുണ്ട്. ഒരു ഫോർമൽ അലയൻസ് ഇല്ലാതെ തന്നെ BJPയെ തോൽപ്പിക്കാൻ ലെഫ്റ്റ് ക്രോസ് വോട്ട് ചെയ്താൽ ഈ സീറ്റ് BJPയെ കൈവിടും. ഇവിടെ ഒരു ലെഫ്റ്റ് ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 21 സീറ്റ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. BJPക്ക് 18 ഉറച്ച സീറ്റുകൾ കൂടി ഉണ്ടെന്നും 3 സീറ്റുകൾ മാത്രമാണ് നഷ്ടമാവാൻ സാധ്യതയുള്ളതെന്നും മനസ്സിലാകും. അപ്പോൾ BJPയുടെ ഉറച്ച സീറ്റുകളുടെ എണ്ണം 267 മാറും. 8 സ്ലിപ്പറി സീറ്റ്സിന്റെ വിശകലനം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 8 സീറ്റുകളാണ്. ഈ 8 സീറ്റുകളും BJPക്ക് നഷ്ടമാകാൻ തന്നെയാണ് സാധ്യത ഉള്ളത്. അവ ഹരിയാന, ജമ്മു കാശ്മീർ, കർണാടക, മണിപ്പൂർ, ത്രിപുര ആൻഡ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റ് വീതവും ജാർഖണ്ഡിലെ 2 സീറ്റുമാണ്. ഹരിയാനയിലെ റോഹ്താക്കിൽ വളരെ തിൻ മാർജിനാണ് BJPക്ക് കോൺഗ്രസിനെതിരെ ഉള്ളത്. അതുപോലെ തന്നെ ഹരിയാനയിൽ ഇപ്പോൾ BJPയുടെ ഗവൺമെന്റ് മൈനോറിറ്റിയിലേക്കായി മാറിയതേ ഉള്ളൂ. ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ്, ജാട്ട് കാസ്റ്റിന്റെ ഏകീകരണം, കെജ്രിവാളിന്റെ ആപ്പിന്റെ പ്രസൻസ്, ഗുസ്തിക്കാരുടെ സമരം എന്നീ കാര്യങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ BJPയുടെ 2% വിന്നിംഗ് മാർജിൻ ഒരു പക്ഷേ കോൺഗ്രസിന് അവിടെ മറികടക്കാൻ സാധിക്കും. ജമ്മു കാശ്മീരിലെ ലഡാക്കിൽ ഇപ്പോൾ BJPക്ക് നല്ലൊരു മാർജിൻ ഉണ്ടെങ്കിലും കോൺഗ്രസിനും 2 ഇൻഡിപെൻഡന്റ് സ്ഥാനാർത്ഥികളുടെ സ്വാധീനം വളരെ കൂടുതലാണ്. സോനം വാങ്ചുങ്ങിന്റെ നിരാഹാര സമരവും ചൈനയ്ക്ക് ഇന്ത്യ ടെറിട്ടറി നഷ്ടപ്പെടുത്തി എന്ന രീതിയിലുള്ള പ്രചരണവും അതിന്റെ വിശ്വാസവും കാരണം ഒരു പക്ഷേ ഒരു ഓപ്പോസിഷൻ കൺസോൾട്ടേഷൻ വന്നാൽ ഈ മണ്ഡലവും BJPക്ക് നഷ്ടമാകാനാണ് സാധ്യതയുള്ളത്. കർണാടകയിലെ സമരാജ് നഗർ സീറ്റിൽ PSPയുടെ പ്രസൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മണ്ഡലത്തിൽ കർണാടകയിൽ നോർമൽ രീതിയിൽ BJP തോൽക്കേണ്ട മണ്ഡലമല്ല. പക്ഷേ ഇപ്പോൾ JDSന് നേരെയുള്ള ഒരു സെക്ഷുവൽ കേസും JDS BJPയുടെ ഒരു അലൈൻ പാർട്ട്ണർ ആയതും കൊണ്ട് അധികാരം തിരിച്ചു കിട്ടിയതിനു ശേഷം കോൺഫിഡൻസ് ഉള്ള കോൺഗ്രസും ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടും വളരെ തിൻ മാർജിൻ മാത്രമാണ് കോൺഗ്രസിനും BJPയും തമ്മിൽ അവിടെ ഉള്ളത്. അതുകൊണ്ടും എന്തെങ്കിലും ഒരു ചെറിയ ക്രോസ് വോട്ടിംഗ് വന്നാൽ BJP ഈ മണ്ഡലം ലൂസ് ആക്കാനാണ് സാധ്യതയുള്ളത്. മണിപ്പൂരിലെ ഇന്നർ മണിപ്പൂർ സീറ്റ് വളരെ തിൻ മാർജിനാണ് BJPക്ക് കോൺഗ്രസുമായിട്ടുള്ളത്. മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്ന കലാപങ്ങളുടെ എല്ലാം ആഫ്റ്റർ എഫക്റ്റ് കാരണം അവരെ ഒരു ഓപ്പോസിഷൻ കൺസോൾട്ടേഷൻ വരാനും BJP തോൽക്കുവാനാണ് ഈ മണ്ഡലത്തിൽ സാധ്യത കാണുന്നത്. ത്രിപുര ഈസ്റ്റിൽ BJPക്ക് നല്ല മാർജിനുള്ള ഓൾമോസ്റ്റ് ഒരു 20% മാർജിനുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസും CPIMഉം തമ്മിൽ ഒരു ഫോർമൽ അലയൻസ് ഉണ്ട്. കാരണം അവരുടെ രണ്ടുപേരുടെയും വോട്ട് ഷെയർ എടുത്തു വെക്കുമ്പോൾ BJPയേക്കാൾ കൂടുതലാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു ഓപ്പോസിഷൻ കൺസോൾട്ടേഷൻ വരാനും BJP തോൽക്കുവാനാണ് സാധ്യത. ഒരു ലെഫ്റ്റ് ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ് ത്രിപുരയിലെ ഈ സീറ്റ്. ഛത്തീസ്ഗഡിലെ ക്യാൻഗർ, അവിടെയും വളരെ തിൻ മാർജിനാണ് കോൺഗ്രസിനെതിരെ BJPക്ക് ഉള്ളത്. ഒരു പക്ഷേ ഈ മണ്ഡലത്തിൽ ശിവസേനയുടെ പ്രസൻസ് കോൺഗ്രസിന് അനുകൂലമായേക്കാം. ഛത്തീസ്ഗഡിലെ 2 സീറ്റുകളായ കുന്തിയൻ ലോഹാർദഗ, ഈ 2 സീറ്റിലും കോൺഗ്രസിനെതിരെ BJPക്ക് ചെറിയ മാർജിനാണ് ഉള്ളത്. അതുപോലെ തന്നെ JMMന്റെ ചീഫും പഴയ മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ ഭൂമി കുംഭകോണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഒരു പക്ഷേ അവരുടെ അനുയായികൾ
കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്താൽ ഈ ചെറിയ മാർജിൻ കോൺഗ്രസിന് കവർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ മണ്ഡലങ്ങളും ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ 8 സീറ്റുകളും ബി ജെ പി ജയിക്കില്ല എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഉത്തർപ്രദേശിലെ 15 സ്ലീപ്പറി സീറ്റ്സ് വിശകലനം. ഉത്തർപ്രദേശിലെ 15 സീറ്റുകൾ ബി ജെ പി പ്രധാനമായും 2 കക്ഷികൾക്കെതിരെയാണ് മത്സരിക്കുന്നത്. അത് ഒന്ന് ബി എസ് പിയും, 2 കോൺഗ്രസ് ആൻഡ് എസ് പി കൂട്ടുകെട്ടും. 15 സീറ്റുകളിൽ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് വളരെ ചെറിയ മാർജിനാണ്. 1% അല്ലെങ്കിൽ 1%-ൽ കുറവ് മാർജിനുള്ള മണ്ഡലങ്ങളാണ് ഈ 15 എണ്ണം. ഈ 15 എണ്ണത്തിലും ഏതെങ്കിലും രീതിയിൽ ഒരു ക്രോസ് വോട്ടിംഗ് നടന്നാൽ ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല. മായാവതിയുടെ ഒരു ബി എസ് പി ഫാക്ടർ വളരെയധികം നിലനിൽക്കുന്ന ഒരു ഏരിയയാണിത്. ഒരു അലയൻസ്, ഒരു ഫോർമൽ അലയൻസ് ഇല്ലാത്തത് കൊണ്ട് കോൺഗ്രസിനും അതുപോലെ തന്നെ ബി എസ് പിക്കും ഒരുപാട് സീറ്റുകളിൽ കിട്ടേണ്ട അഡ്വാൻറ്റേജ് നഷ്ടമായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ 15 മണ്ഡലങ്ങളെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും വോട്ടുകൾ നമ്മൾ ചേർത്ത് വെച്ചാൽ 50% മുകളിൽ കൂടുതൽ വോട്ടായി വരുന്ന 4 മണ്ഡലങ്ങളുണ്ട്. അവ കനൌജ്, ബന്ദ, ബാരാബാങ്കി, പദ്വാൻ എന്നിവയാണ്. ഉത്തർപ്രദേശിലെ 15 സീറ്റുകളിൽ ഈ 4 സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടുവാൻ തന്നെയാണ് സാധ്യത. കാരണം ബി ജെ പിക്ക് ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി 11 സീറ്റുകളും ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിലും നമുക്ക് ഉറച്ച സീറ്റായിട്ട് പറയാൻ സാധിക്കില്ല. പശ്ചിമ ബംഗാളിലെ 10 സ്ലിപ്പറി സീറ്റ്സ് വിശകലനം. അടുത്തത് പശ്ചിമ ബംഗാളിലെ 10 സീറ്റുകളാണ്. പശ്ചിമ ബംഗാളിൽ ബി ജെ പി പ്രധാനമായും നേരിടുന്നത് ടി എം സി ആണ്. മമതാ ബാനർജിയുടെ ടി എം സി ഇന്ത്യ മുന്നണിയിൽ ആണെങ്കിലും ബംഗാളിൽ അവർ 42 സീറ്റിലും ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസും സി പി ഐഎമ്മും ഒരുമിച്ചാണ് ത്രിപുരയിലെ പോലെ തന്നെ ഇവിടെയും മത്സരിക്കുന്നത്. ഇവിടുത്തെ ഒരു വലിയ ഫാക്ടർ ഫോർമൽ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടില്ലെങ്കിലും ബി ജെ പിയെ തോൽപ്പിക്കാൻ ക്രോസ് വോട്ട് ചെയ്യാനായിട്ട് കോൺഗ്രസും ലെഫ്റ്റും തയ്യാറായാൽ ബി ജെ പിക്ക് ബുദ്ധിമുട്ടാവും എന്നതാണ്. കാരണം ചെറിയ മാർജിനിൽ വിജയിച്ച മണ്ഡലങ്ങളാണ് ഇവയെല്ലാം. അവിടെ ലെഫ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് ബി ജെ പി തോൽപ്പിക്കാൻ ഒരു ക്രോസ് വോട്ടിംഗ് ചെയ്താൽ ഈ സീറ്റുകൾ ബി ജെ പിക്ക് നിലനിർത്താൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇവർ ഷുവർ സീറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു 10 സീറ്റുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 3 സീറ്റുകൾ ബാരാക്പൂര്, ജാർഗ്രാം, വർദ്ധമാൻ, ദുർഗാപൂർ എന്ന് പറഞ്ഞ 3 സീറ്റുകൾ ചെറിയ മാർജിനുള്ള സീറ്റുകളാണ്. ഈ പറഞ്ഞ സീറ്റുകളിൽ എവിടെയെങ്കിലും ഒരു രീതിയിൽ ഒരു ഇത്തിരി വോട്ടിംഗ് ശതമാനം കുറയുകയോ ക്രോസ് വോട്ടിംഗ് നടക്കുകയോ ചെയ്താൽ തീർച്ചയായും ഈ 3 സീറ്റുകൾ ബി ജെ പിക്ക് നിലനിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഒരു കടുത്ത ഫൈറ്റ് നടക്കുന്ന ബാക്കി കൂച്ച് ബിഹാർ, റായ്ഗഞ്ച്, ബലൂർഹട്ട്, മൽദാഹ, ഉത്തർ ബൻഹാർ, ബിഷ്ണുപുര, മെദിനാപുര എന്നീ 7 എണ്ണവും ഷുവർ സീറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. 303 സീറ്റുകളുടെ വിശകലനം പൂർത്തിയാക്കിയ ശേഷം ബി ജെ പി 267 സീറ്റുകൾ നിലനിർത്തുമെന്നും ഷുവർ സീറ്റായ 267 സീറ്റുകളെന്നും ബാക്കിയുള്ള 36 സീറ്റുകളിൽ 18 സീറ്റുകൾ നേടുന്നത് വളരെ പ്രയാസമാണെന്നും ബാക്കിയുള്ള 18 സീറ്റുകൾ നേരിയ വ്യത്യാസത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നും ഉറപ്പായിട്ടും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ന്യൂ സീറ്റ്സ് ഇൻ 2024 ബൈ ബി ജെ പി ഇൻ ആന്ധ്രാപ്രദേശ്. 2024 പുതിയ സീറ്റുകൾ ബി ജെ പി പിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ബാക്കിയുള്ള ഒരു സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. തമിഴ്നാട്ടിൽ അണ്ണാമലൈ നടത്തുന്ന മുന്നേറ്റം, കേരളത്തിലെ 2 സീറ്റുകളുടെ സാധ്യത, ഇവയൊന്നും നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ആന്ധ്രാപ്രദേശ് എന്തുകൊണ്ട് നമ്മൾ നോക്കുന്നു എന്നതിന്റെ കാരണം 2ആണ്. ഒന്ന്, പുതുതായി ബി ജെ പി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയും ആക്ടർ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായി സഖ്യത്തിലാണ്. ഈ 2 ബി ജെ പി ഇവിടെ 3 സീറ്റിൽ മത്സരിക്കുന്നതാണ്. അതിൽ 2 സീറ്റുകളായ രാജ് മുദ്രയും നസ്രാപുരവും ടി ഡി പിയുടെയും ബി ജെ പിയുടെയും ജനസേനയുടെയും വോട്ടിംഗ് ഷെയർ എടുത്തു വെച്ചാൽ 50% മുകളിലേക്കാണ് വോട്ട് ഷെയർ വരുന്നത്. ഈ 2 സീറ്റുകളിലും ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR CPയെ ബി ജെ പിക്ക് സിമ്പിൾ ആയിട്ട് തോൽപ്പിക്കാൻ സാധിക്കും. മൂന്നാമത്തെ മണ്ഡലമായ അനകാപ്പള്ളിയിൽ ഒരു ചെറിയ സാധ്യതയുള്ളൂ. കാരണം കഴിഞ്ഞ തവണ 48% വോട്ട് YSR CP നേടിയ സ്ഥലത്ത് കമ്പൈൻഡ് ആയിട്ടുള്ള വോട്ട് ഷെയർ അതിന്റെ അടുത്ത് തന്നെ വരുമെങ്കിലും നമുക്ക് 100% ജയിക്കും എന്ന് പറയാൻ പറ്റില്ല. വളരെ ഇടുങ്ങിയ രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഇതിലൊരു ചെറിയ മാർജിൻ ഓപ്പോസിഷൻ പാർട്ടീസ് ജയിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് ബി ജെ പി കടന്നു പിടിക്കാനുള്ള സാധ്യതയും ബി ജെ പി ജയിക്കാനുള്ള സാധ്യത നമ്മൾ നോക്കിയിട്ടില്ല. ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ കോയിലേഷൻ പാർട്ട്നേഴ്സ്, സഖ്യകക്ഷികൾ കൊണ്ടുവരുന്ന സീറ്റ് അതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് കൊണ്ട് ബി ജെ പി കിട്ടുന്ന അഡീഷണൽ സീറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഉദാഹരണം മഹാരാഷ്ട്രയിലെ ഷിൻഡെ വിഭാഗം ശിവസേന, അജിത് പവാർ വിഭാഗം NCP, രാജ് താക്കറെ MNS, ഇവ ബി ജെ പിക്ക് ഉണ്ടായി കൊടുക്കാവുന്ന അഡീഷണൽ സീറ്റുകൾ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്തിട്ടില്ല. തെലുങ്കാന പോലെയുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ ബി ജെ പി 4-ൽ കൂടുതൽ സീറ്റുകളിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല.
തമിഴ്നാട്ടിലും കേരളത്തിലും ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ നോക്കിയത് BJPയുടെ പഴയ സീറ്റുകൾ BJP നിലനിർത്തുമോ എന്നത് മാത്രമാണ്. അതിൻ്റെ കൂടെ 100% ജയസാധ്യതയുള്ള ആന്ധ്രയിലെ 2 സീറ്റ് കൂടി ചേർത്ത് വെച്ചു. വിശകലനം പൂർത്തിയാക്കുന്നതോടുകൂടി 269 സീറ്റുകളിൽ BJPക്ക് ഉറപ്പായ വിജയമുണ്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും. വളരെ കൺസർവേറ്റീവ് ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ BJP കഴിഞ്ഞ പ്രാവശ്യം നേടിയ 303 സീറ്റിൽ നിന്ന് 287 സീറ്റുമെന്ന് നേടുമെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും. ഇത് കണക്കാക്കുന്നത് കഴിഞ്ഞ തവണത്തെ ജയിച്ച 303 സീറ്റിൽ നിന്ന് 18 ലൂസിംഗ് സീറ്റുകൾ കുറയ്ക്കുകയും 2 അധിക സീറ്റുകൾ ആന്ധ്രയിൽ നിന്ന് 2 അധിക സീറ്റുകൾ ചേർക്കുകയും ചെയ്തുകൊണ്ടാണ്. BJPയുടെ സീറ്റ് കൗണ്ടിംഗ് 269 എന്ന മാജിക് സംഖ്യ മുതൽ ആരംഭിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം. അതിനർത്ഥം BJPയുടെ സീറ്റ് ആരെങ്കിലും എണ്ണുന്നുണ്ടെങ്കിൽ അവർ 269 മുകളിലേക്ക് എണ്ണി തുടങ്ങിയാൽ മതി എന്ന് മാത്രം. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് 5 seconds വ്യൂ ഓൺ ഹി ഈസ് കമ്മിങ് ബാക്ക്.